മെസ്സേജിലേക്ക് കയറാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമുക്കതിൽ വായിക്കാം. ഇന്നലെ വായിച്ച അതേ വാക്യം 2 Corinthians chapter 8 verse 9. 2 Corinthians chapter 8 verse 9. Book of 2 Corinthians chapter 8 verse 9. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையை அறிந்திருக்கிறீர்களே. அவர் ஐஸ்வர்யமுள்ளவராய் இருந்தும் நீங்கள் அவருடைய தரித்திரத்தினாலே ஐஸ்வர்யங்கள் ஆகும்படிக்கு உங்கள் நிமித்தம் தரித்திரர் ஆனாரே. നമുക്ക് ഇന്നലെ നമ്മള് വാക്യം ചിന്തിച്ചു, വായിച്ചു. എന്നാലും അതിന്റെ ഇൻട്രോ ആയിട്ട് ഞാനത് പറഞ്ഞു പോവാ. ഇന്നത്തെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് യേശുവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, സമ്പന്നൻ. യേശു ആരായിരുന്നു? സമ്പന്നൻ. അപ്പൊ നമുക്ക് രണ്ട് വിധത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും. ഒന്ന്, ഒരു കൂട്ടർ സമ്പന്നർ, അതായത് റിച്ച് പീപ്പിൾ, റിച്ച്. അതർ category, other group of people are prosperous, rich and prosperous. അതായത് റിച്ച് ആവുക എന്ന് പറയുന്നത് പണമുള്ളവനാകുക. പണം അവന്റെ കയ്യിൽ അവൻ എത്തുമ്പോൾ അവൻ റിച്ച് ആകും. അവൻ ധനവാനാകുന്നത് അവന്റെ കയ്യിലെ പണത്തിന്റെ വലിപ്പവും അളവും അനുസരിച്ച്. എന്നാൽ ഒരാൾ പ്രോസ്പർ ആകുന്നത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പുലർത്തുന്ന ആറ്റിറ്റ്യൂഡിനോട്, ബിഹേവിയറിനോട്, ക്യാരക്ടറിനോട് ചേർന്ന് വരുന്നതാണ് പ്രോസ്പർ. മനസ്സിലായോ? പ്രോസ്പെറിറ്റി മീൻസ് ദാറ്റ് ഈസ് നത്തിങ് കണക്റ്റഡ് വിത്ത് മണി. പണവുമായിട്ട് പ്രോസ്പെറിറ്റിക്ക്, സമൃദ്ധിക്ക് എന്തുമായിട്ട് കണക്ഷൻ ഇല്ല? പണവുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ ധനവാൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പണവുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഐശ്വര്യവാൻ അല്ലെങ്കിൽ എന്താ പറയുക, സമ്പന്നൻ, സമൃദ്ധിയുള്ളവൻ എന്ന് പറയുന്നതിന് പണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഈ സമൃദ്ധി ഉള്ളവനിലേക്ക് പണം ഒഴുകിക്കൊണ്ടേയിരിക്കും. സമ്പന്നൻ, അതായത് ധനമുള്ളവൻ, അവന്റെ കയ്യിൽ ധനം അക്യുമുലേറ്റ് ചെയ്യും. അത് അങ്ങനെ തന്നെ കൂട്ടി അവിടെ കിടക്കും. പക്ഷെ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം, എന്റെ സമ്പന്നതയുടെ അടിസ്ഥാനം പണമല്ലാത്തത് കൊണ്ട് വരുന്നതും പോകുന്നതും അവൻ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ ഹല്ലേലൂയ, അവനിൽ സാമ്പത്തികമായ സമൃദ്ധി എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും കാണാൻ കഴിയും. അപ്പൊ അവിടെ ഈ സമൃദ്ധി, ഞാനതിന് ഉദാഹരണം പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ചിന്തിച്ചു നോക്കുകയും, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒരു 10,000 രൂപ കൊടുത്തു രാവിലെ. ആ 10,000 രൂപ കിട്ടിയ ഉടനെ അവൻ ആരായി? വലിയ കാശുകാരനായി, വലിയ സമ്പന്നനായി. പക്ഷെ ആ പൈസ ആയിട്ട് അവൻ പുറത്തു പോയി ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, ഒരു ഷൂ വാങ്ങിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു, പണം തീർന്നു. പണം തീർന്ന ഉടനെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ വലിയ സമ്പന്നനാണ്. ഇപ്പൊ ഞാൻ എന്റെ ഉദാഹരണം പറയാം. ഞാൻ വലിയ സമ്പന്നനാണ്. എന്റെ സമ്പത്തിന് കണക്കില്ലാത്ത പോലെ സമ്പത്ത് എനിക്കുണ്ട്. എന്റെ മകൻ, അവന് ഞാൻ രാവിലെ, അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഞാൻ രാവിലെ ഒരു 10,000 രൂപ കയ്യിൽ കൊടുത്തു. ആ 10,000 രൂപ കയ്യിൽ കൊടുത്തപ്പോ അവര് പെട്ടെന്ന് സമ്പന്നരായിട്ട് മാറി. എന്നിട്ട് നേരെ പോയി ഒരു ഷൂ മേടിച്ചു, ഡ്രസ്സ് മേടിച്ചു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ കാശ് മുഴുവൻ തീർന്നു. അപ്പോൾ അവർ ദരിദ്രരായി തീർന്നു. അങ്ങനെയാണോ? അങ്ങനെ ആയി തീർന്നോ? അല്ല. അവര് സമ്പന്നരാകുന്നതും ദരിദ്രരാകുന്നതും അവരുടെ കയ്യിലുള്ള പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല.
അവർ സമ്പന്നരാകുന്നത്, അവർ ദരിദ്രരായി തീരുന്നത് അവരുടെ കയ്യിലെ പണത്തിന്റെ സൈസ് അനുസരിച്ച്, വലിപ്പം അനുസരിച്ച്, അളവനുസരിച്ചല്ല. അവർ രാവിലെ 10,000 രൂപ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോഴും വൈകുന്നേരമായി അവരുടെ കയ്യിൽ പണം ഒട്ടുമില്ലാതിരിക്കുമ്പോഴും അവർ എന്റെ മക്കളാകുന്നത് കൊണ്ട് അവർ സമ്പന്നരാണ്. അവരുടെ സമ്പന്നത കയ്യിലെ പണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതല്ല, അവരുടെ പുത്രത്വവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പൊ ഒരാള് സമ്പന്നനാവുക എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ വരുന്ന പണം, അവന്റെ കയ്യിലെ പണമല്ല അവനെ സമ്പന്നനാക്കുന്നത്. He is rich because of his money, but he is prospered because of his sonship. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോഴ് ദൈവ മക്കളായി തീർന്നതുകൊണ്ട് നമ്മുടെ സമൃദ്ധിയുടെ അടയാളം, നമ്മുടെ സമൃദ്ധിയുടെ കാരണം നമ്മുടെ കയ്യിലുള്ള പണമല്ല, 1-2 രൂപയല്ല നമ്മളെ സമൃദ്ധിയിൽ എത്തിച്ചത്. നാം സമൃദ്ധിയിലായി തീരാൻ കാരണം നാം സമൃദ്ധിയുള്ള, ഐശ്വര്യവാനായ, മഹാസമ്പന്നനായ ഒരു പിതാവിന്റെ മക്കളാകൊണ്ട് നമ്മൾ സമ്പന്നരാണ്. അവിടെയാണ് പ്രോസ്പെറിറ്റിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെറിറ്റി ഗോസ്പൽ. അതായത് യേശു സമ്പന്നനായിരുന്നിട്ടും, ജീസസ് വാസ് റിച്ച്, സമ്പന്നനായിരുന്നിട്ടും എങ്ങനെയാണ് അവൻ സമ്പന്നനായത്? അവൻ അന്ന് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ? ഇല്ല, കെട്ടിടങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നിരിക്കാം. അവന് വില കൂടിയ കാർ ഉണ്ടായിരുന്നോ? അന്ന് കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ അവിടെ യേശുവിനെ സമ്പന്നനാക്കി തീർത്തത് അവന് ഭൗതികമായി അവനുണ്ടായിരുന്ന സമ്പത്തല്ല, അവനെ സമ്പന്നനെന്ന പട്ടികയിലേക്ക് അവനെ കൊണ്ടുവന്നത് അവന് പിതാവുമായി ഉണ്ടായിരുന്ന ബന്ധമാണ്. അതാണ് നമ്മൾ വചനത്തിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വിട്ടേച്ചു പോകാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾ പൊക്കോ. എല്ലാരും പോയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കർത്താവ് പറയുക പൊക്കോ. മത്തായിയുടെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് യേശു താൻ ജീവന്റെ അപ്പമാകുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമാകുന്നു എന്ന് തുടർന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് ഈ ഉപദേശം അങ്ങ് രസിച്ചില്ല, അവർക്കതങ്ങ് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവര് പറഞ്ഞു, ഇത് എന്തൊരു ഉപദേശമാ, ഇത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. എല്ലാരും പോയി, ശിഷ്യന്മാരെല്ലാരും പോയി. അപ്പോൾ ഈ 12 പേരും 12 പേർ അപ്പോസ്തലന്മാർ 12 പേര് മാത്രമേ യേശുവിന് കൂടുള്ളൂ. യേശു ചോദിച്ചു, നിങ്ങൾക്ക് പോണേ പോ, എല്ലാരും പോയാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിതാവ് എന്നെ അയച്ചവൻ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. അപ്പൊ യേശുവിനുണ്ടായിരുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാവോ? ഹല്ലേലൂയ. പിതാവും യേശുവും തമ്മിലുണ്ടായിരുന്ന വണ്ണസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകിയാൽ, അതെ, ആ അനുഭവത്തിൽ നിൽക്കുന്ന ആ അത്രയും സമ്പന്നനായ പിതാവിന്റെ മകൻ എന്ന ബോധ്യം യേശുവിന്റെ അകത്തുള്ളത് കൊണ്ട് യേശുവിനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം എന്നൊന്നില്ല. അവൻ സമൃദ്ധിയിലാണ്. ഹല്ലേലൂയ. അവൻ സമൃദ്ധിയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദരിദ്രനായി തീർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. എപ്പോഴാണ് ദരിദ്രനാകുന്നത്? എപ്പോഴാണ് ദരിദ്രനായത്? സമ്പന്നനായ പിതാവിനോടുണ്ടായിരുന്ന ബന്ധം ഹല്ലേലൂയ എവിടെയാണോ വിച്ഛേദിക്കപ്പെട്ടത്, അവിടെയാണ് എന്ത് സംഭവിച്ചത്? സമ്പന്നത എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് നിന്ന് യേശുക്രിസ്തു അവൻ പൊസിഷൻ ചേഞ്ച് ചെയ്തത്
സമ്പന്നനായ പിതാവിൽ നിന്ന് സെപ്പറേറ്റ് ആയപ്പോഴാണ്. അതാണ് യേശു ക്രൂശില് യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണം. എന്നാല് സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു വന്നിട്ട് യേശു അടുത്തു പറയുന്ന ഒരു കാര്യമാണ്: എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്. അപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പിതാവിന്റെ റിച്ചസ്, പിതാവിന്റെ ധനത്തിനു മുഴുവൻ അവകാശിയായിരുന്ന പുത്രൻ ഇപ്പോ ആമേൻ ഹല്ലേലൂയ ആരായി മാറിയെന്നറിയാമോ? ഹല്ലേലൂയ, നിങ്ങളുടെയും എന്റെയും പ്രതിനിധിയായി മാറിയപ്പോ, നിങ്ങളുടെയും എന്റെയും പാപത്തെ ചുമന്നുകൊണ്ടവൻ ക്രൂശിൽ കയറിയപ്പോ, നിങ്ങളുടെയും എന്റെയും പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോ, നിങ്ങളുടെയും എന്റെയും പാപം അവൻ ചുമന്നപ്പോ, ഹല്ലേലൂയ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. അപ്പൊ അവനെ പാപമാക്കി, യേശുവിനെ പാപമാക്കി. അത് 2 കൊരിന്ത്യർ 5:21 അത് എഴുതിയിരിക്കും. അവനെ പാപമാക്കി എന്ന് എഴുതിയിരിക്കുമ്പോ നമുക്ക് ഹല്ലേലൂയ പത്രോസിന്റെ ലേഖനത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, അവൻ നമ്മുടെ 2-ാം അധ്യായത്തില്, 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. അവനെ നമ്മുടെ ഹല്ലേലൂയ, ആമേൻ, ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ നമ്മുടെ പാപങ്ങളെ, അത് 2-ാം അധ്യായം 1 പത്രോസിന്റെ 2-ാം അധ്യായം 24-ാം വാക്യം, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്ക് യേശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അവിടെ 5-ാം വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിൽ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 6-ാം വാക്യമാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ, അവന്റെ മേൽ ചുമത്തി. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ സകലരുടെയും പാപം യേശുവിന്റെ മേൽ ചുമത്തി. അപ്പോൾ എന്താ സംഭവിച്ചത്? എവിടെയാണ് ആ പാപം അവന്റെ മേൽ ചുമത്തപ്പെട്ടത്? ക്രൂശിൽ. അപ്പോൾ യേശുവിന്റെ മേൽ നമ്മുടെ പാപം എല്ലാം ചുമത്തിയപ്പോ അവൻ ആരായിട്ട് മാറി? പുത്രനായിരുന്നവൻ. ഹല്ലേലൂയ, പുത്രനായിരുന്നവൻ. ആമേൻ. നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഹല്ലേലൂയ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2, ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് ഹല്ലേലൂയ 6 and 7. Philippians chapter 2, 6 and 7. அவர் தேவனில் உருவமாயிருந்தும் தேவனுக்கு சமமாயிருப்பதை கொள்ளையாடின பொருளாக எண்ணாமல் தம்மை தாமே வெறுமையாக்கி അടിമീൻ രൂപമെടുത്ത് മനുഷ്യ സായലാനാർ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ദാസരൂപം. അപ്പൊ ഇവിടെ യേശു ആരായിട്ട് മാറി? ദാസരൂപം, മനുഷ്യരൂപമെടുത്തു ദാസനായി. അപ്പൊ യേശു ക്രിസ്തു ക്രൂശിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? സമ്പന്നനായ പിതാവിന്റെ മകനായിരുന്നവൻ ദാസനായി. ഞാൻ ചോദിക്കട്ടെ, മകൻ അവകാശിയാ, ദാസൻ അവകാശിയാണോ? അല്ല. അപ്പൊ യേശു ക്രൂശിൽ എന്ത് സംഭവിച്ചു? മകനായിരുന്നവൻ ദാസനായി. ആ മകൻ ദാസനായപ്പോ ദരിദ്രനായി. അപ്പൊ മകനായിരുന്ന യേശു
ദരിദ്രരായി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? പുത്രത്വം നഷ്ടപ്പെട്ടവനായപ്പം അവൻ ദരിദ്രനായി തീർന്നു. പുത്രത്വം നഷ്ടപ്പെട്ടവനായിട്ട് നിങ്ങളെയും എന്നെയും പോലെ നിലവിളിച്ചു. അവൻ ദൈവത്തെ, എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശു ക്രിസ്തുവിന്റെ ആ പുത്രത്വത്തിന്റെ പ്രത്യേകത. അപ്പോഴ് അവിടെയാണ് നമ്മൾ ദാസത്വത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. യോസഫിന്റെ കാര്യമാണ് ഇന്നലെ നിർത്തിയത്. നമ്മൾക്ക് അങ്ങോട്ട് കയറാം. പക്ഷെ ഇത് ഈ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കയറാം. അപ്പൊ ദാസനായി തീർന്നു. ദാസൻ ആരാ? വായിച്ചേ, റോമാലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം. റോമൻസ് 8:15. அந்தபடி திரும்ப பயப்படுத்த நீங்கள் அடிமைத்தனத்தின் ஆவியை பெறாமல் அப்பா பிதாவே என்று கூப்பிட பண்ணுகிற புத்திர சுவிகாரத்தின் ஆவியை பெற்றீர்கள். നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ടതിനു ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങള് പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസൻ. അപ്പൊ ദാസ്യത്വം വരുന്നത് എവിടെയാ? ഭയം വരുന്നിടത്ത്. അപ്പൊ ഭയം വരുന്നിടത്ത് എന്ത് വന്നു? ദാസനായി. ദാസനാരാ? പേടിയുള്ളവനാ. ഭയമുള്ളവനാരാ? ദാസനാരാ? ഭയമുള്ളവനാ. അപ്പൊ ആ ഭയം എവിടെ വന്നത്? നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിന്റെ 10-ാം വാക്യം. அதற்கு அவன், நான் தேவருடைய சத்தத்தை தோட்டத்திலே கேட்டு நான் நிர்வாணியாய் இருப்பதனால் பயந்து ஒளிந்து கொண்டேன் என்றான். തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു എന്നവൻ പറഞ്ഞു. അപ്പോ മനുഷ്യൻ ആരായിരുന്നു? ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാ. ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എപ്പോഴാണ് പാപം ചെയ്തത്, അപ്പോൾ അവനിൽ എന്തു വാഴാൻ തുടങ്ങി? ഭയം. ഇവിടെ ഞാനൊരു കാര്യം പറയാം. ഈ ഭയം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല കേട്ടോ. വിശ്വാസത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഭയം. ഈ ഭയമുള്ളവര്, ഭയം എന്തിനെ കുറിച്ചാ ഭയം? എന്നെ ആളുകൾ കുറ്റം പറയുമോ എന്ന് പേടിച്ചിട്ട് കുറ്റം പറയാതിരിക്കാനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. അത് മണ്ടത്തരമായിട്ട് മാറും. എന്നെ ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്ന് ഭയപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ആ ഭയത്തിൽ നിന്ന് എനിക്ക് എവിടെങ്കിലും എന്നെ ആളുകൾ ദോഷം ചിന്തിക്കുമോ, എനിക്ക് മോശമാകുമോ, എനിക്ക് കുഴപ്പമാകുമോ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഭയം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കും. ഭയം. എന്നാല് ഈ പാപത്തെ കുറിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നുണ്ട്. പാപം, ഭയത്തോട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഭയം. നമ്മൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം. എക്സോഡസ്, യാത്രാഗമം, പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 20 വേഴ്സ് 20. മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനു നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനു അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. மோசே ஜனங்களை நோக்கி, பயப்படாதிருங்கள், உங்களை சோதிப்பதற்காகவும் நீங்கள் பாவம் செய்யாதபடிக்கு தம்மை பற்றும் பயம் உங்கள் முகத்துக்கு முன்பாக இருப்பதற்காகவும் தேவனை எழுந்தருளினார் என்றான். അപ്പൊ ദൈവജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോവാ. അപ്പൊ ഈ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന ഇവരുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, ഇവർക്കൊരു കുഴപ്പമുണ്ട്. കാരണം എന്താ? വേറൊരു സംസ്കാരത്തിൽ നിന്ന് ഇറങ്ങി വന്നത് 430 വർഷത്തെ ക്യാരക്ടർ ഫോർമേഷനാ. അപ്പൊ അവർ ആ സ്വഭാവത്തിലാണ് അവരെ എങ്ങോട്ട് പോകുന്നത്? മിസ്രൈമിലേക്ക് പോകുന്നത്, വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നത്. അപ്പൊ അവര് പോകുന്ന വഴിക്ക് എന്തിന് സാധ്യതയുണ്ട്? പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ദൈവം അവർക്ക് വെളിപ്പെട്ടപ്പോ നമുക്ക് വായിക്കാം. അതിന്റെ 18-ാം വാക്യവും 19-ാം വാക്യവും കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. ஜனங்கள் எல்லாரும் இடி முழக்கங்களையும் மின்னல்களையும் எக்கால சத்தத்தையும் மலை புகைகளையும் கண்டார்கள். அதை கண்டு ஜனங்கள் பின்வாங்கி தூரத்தில் நின்று மோசேயை நோக்கி, நீர் எங்களோடு பேசும், நாங்கள் கேட்போம். தேவன் எங்களோடு பேசாதிருப்பாராக, பேசினால் நாங்கள் செத்து போவோம் என்றார்கள். ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അവർ മോശയോട്,
നീ ഞങ്ങളോട് സംസാരിക്ക ഞങ്ങൾ കേട്ടുകൊള്ളുക. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിനു ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയുകയാണ്, ഞങ്ങൾ ഇതെല്ലാം കണ്ട് പേടിച്ചു പോയി. പുക, ബഹളം, എന്തുവാണ്? ഇടിമുടക്കം, മിന്നൽ, കാഹളധ്വനി, പുക, പർവ്വതം വിറയ്ക്കുന്ന എല്ലാം കണ്ടപ്പോ ജനം പേടിച്ചു വിറച്ചു. പേടിച്ചു വിറച്ചു. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ഈ ജനം ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാ. എത്ര അത്ഭുതങ്ങളാ ചെങ്കടൽ വിഭാഗിക്കുന്നത്, അല്ലേ? മിസ്രൈമിലെ പീഡനം, എത്ര ബാധകളാ! 10 ബാധ നിസാര കാര്യമാണ്. ഇതെല്ലാം കണ്ടേച്ച് ഇറങ്ങിയ ജനം അവര് ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോ ദൈവത്തെ പോലും ചോദ്യം ചെയ്യുക. വേറെ പണിയില്ല മോശെ, ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കൊല്ലാൻ കൊണ്ടുവന്നാണോ? ചിന്തിച്ചു നോക്കിക്കേ, ഇത്ര അത്ഭുതം കണ്ടിട്ടും ദൈവത്തെ പേടിയില്ല. അപ്പൊ ഇപ്പൊ ദൈവം ഇവിടെ ഇറങ്ങി വന്ന എങ്ങനെയാണെന്നറിയോ? പുകയും ഇടിമുഴക്കവും കാഹളധ്വനിയും ഇതെല്ലാം കൂടെ കണ്ട് പാറയൊക്കെ കിടുകിട വിറയ്ക്കുന്ന കണ്ടപ്പോ ഇവരാകെ ഭയന്നു. അപ്പൊ മോശ പറയുകയാണ്, മോശ ജനത്തോട് ഭയപ്പെടേണ്ട കേട്ടോ. നല്ല രസമാ വാക്യം, 20-ാം വാക്യം ഒന്ന് വായിച്ചേ. மோசே ஜனங்களை நோக்கி, பயப்படாதிருங்கள், உங்களை சோதிப்பதற்காகவும் நீங்கள் பாவம் செய்யாதபடிக்கு தம்மை பற்றி பயம் உங்கள் முகத்திற்கு முன்பாக இருப்பதற்காகவும் தேவன் எழுந்திருனார் என்றான். മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ പറയുന്ന കേട്ടോ, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാ തുടങ്ങുന്നേ. നിങ്ങള് അല്ലെ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പറയുക, നിങ്ങൾ പേടിക്കാനായിട്ട് എങ്ങനെ ദൈവം വന്നിരിക്കുന്നത്. ആ വാക്യം നോക്കി, ഭയപ്പെടേണ്ട എന്നാ മോശ പറയുന്നത്. എന്നിട്ട് മോശ തന്നെ ജനത്തോട് പറയുക, നിങ്ങൾ ദൈവത്തെ പേടിച്ചിട്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോഴാ നിങ്ങൾ ചിന്തിക്കണം, ഈ 20-ാം വാക്യം പുറപ്പാട് 20:20 നിങ്ങൾ ചേർത്ത് വെച്ച് കണക്ട് ചെയ്യണം റോമർ 8:15 പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല. അതായത് നിങ്ങൾ ഇനി പാപം ചെയ്യാതിരിക്കുന്നത് ഭയന്നിട്ടല്ല. ആമേൻ, ഭയന്നിട്ടല്ല. ദാസന്മാർക്ക് ഭയമാ. ദാസന്മാര് ഭയന്നാ കാര്യം ചെയ്യാതിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു വാക്യം വായിച്ചേ, എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, അതിന്റെ 36-ാം അധ്യായം 26-ാം വാക്യം 27-ാം വാക്യം. ബുക്ക് ഓഫ് എഹെസ്കേൽ chapter 36 verse 26 and 27. உங்களுக்கு நவமான இருதயத்தை கொடுத்து உங்கள் உள்ளத்திற்கு புதிதான ஆவியை கட்டளையிட்டு கல்லான இருதயத்தை உங்கள் மாம்சத்தை எடுத்து போட்டு சதையான இருதயத்தை உங்களுக்கு கொடுப்பேன். உங்கள் உள்ளத்திலே என் ஆவியை வைத்து உங்களை என் கட்டளைகளை நடக்கவும் என் நியாயங்களை கைക്കൊള്ളவும் അവികളിൻപടി ചെയ്യവും பண்ணுவேன். ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ആ ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ വിധികളെ പ്രമാണിച്ചു അനുഷ്ഠിക്കും. കണ്ടോ, ഇനി നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് യഹോവ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നു. പുറപ്പാട് 20:20. പക്ഷേ എഹെസ്കേൽ 36 പറയുകയാണ്, ഇനി നിങ്ങൾ പാപം ചെയ്യാതിരിക്കുന്നത് എന്റെ അവൻ ഭയാനകമായ വെളിപ്പാട്, ഇടിമുഴക്കം, മിന്നലും അത്യുച്ച നാദവും പുകയും അവൻ തീയൊന്നും കണ്ടിട്ടല്ല പാപം ചെയ്യാതിരിക്കുന്നത്. നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അതുകൊണ്ടാണ് റോമർ 8
15 ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. ഈ 2 വാക്യം ചേർത്ത് ചിന്തിക്കണം, അപ്പോഴേ വാക്യം കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. റോമർ 8:15 മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് 20:20 എഗസ്കേൽ 36:26 27 ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകൂ എന്താണ് റോമർ 8:15 എന്ന്. അതായത് പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന്, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങളുടെ അകത്ത് ഇട്ടിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട് നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കും. എങ്ങനെയാണെന്നറിയാമോ? പേടിച്ചിട്ടല്ല, നിങ്ങൾ പുത്രന്മാരാകയാൽ. ഹല്ലേലൂയ. അതിനെ ഞാൻ ഒന്നുകൂടെ അല്പം കൂടെ ഭംഗിയായി പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കട്ടെ. അതായത് ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയല്ല ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്, നരകത്തിൽ പോകുമെന്നുള്ള ഭയം കൊണ്ടുമല്ല ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത്. ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് എന്റെ അകത്ത് സ്വർഗം ഉള്ളത് കൊണ്ടാ. ഹല്ലേലൂയ, ആമേൻ. എന്റെ അകത്ത് സ്വർഗത്തിലെ അപ്പ വസിക്കുന്നത് കൊണ്ട്, ആമേൻ. സ്വർഗത്തിലുള്ളവന് സ്വർഗത്തിന് സ്വഭാവം, സ്വർഗത്തിലുള്ളവന് സ്വർഗത്തിന്റെ സ്വഭാവം. ഞാന് ഇവിടെ നിന്ന് നാട്ടിൽ പോകുമ്പോ എനിക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള ഒരു അബദ്ധമുണ്ട്. എന്താ പറ്റുന്നറിയോ? നമ്മളറിയാലോ, ഇവിടെ നമ്മള് ഇടതുവശത്താണ് ഡ്രൈവറുടെ സീറ്റ്. നാട്ടിൽ ചെല്ലുമ്പോ പലപ്പോഴും തിരിച്ചു സംഭവിക്കും. അവിടെ ചെല്ലുമ്പോ ഓടി ചെന്ന് കയറും. എന്താ കാര്യം എന്നറിയാം? ശീലിച്ചു പോയി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ. സ്വർഗം, നിങ്ങൾ ഭൂമിയിൽ സ്വർഗത്തെ അനുഭവിക്കാൻ തുടങ്ങിയ പാപം ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണോ പുത്രത്വം മാറി ദാസത്വം നിങ്ങളുടെ അകത്ത് വരുന്നത്, നിങ്ങളുടെ അകത്ത് വെറുപ്പ് വരും, കയ്പ് വരും, പെറുവിറുക്കാൻ തുടങ്ങും. അവരെന്നെ അങ്ങനെ ചെയ്തു, ആവശ്യമില്ലാത്ത കാര്യം എല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചെറിയ കാര്യത്തിൽ തന്നെ അവരെനിക്ക് അവസരം തന്നില്ല, അവരെന്നെ മാറ്റി നിർത്തി, അവരെന്നെ കുറ്റം പറഞ്ഞു, അവരെന്നെ തള്ളിക്കളഞ്ഞു, അവർക്ക് എന്നോട് വെറുപ്പാണ്, അവര് നേരത്തെ പോലെ അല്ലിപ്പോ. ഇതെല്ലാം കൂടെ തലയ്ക്കകത്ത് കയറി നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷേ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ അനുഭവിക്കുക. അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, മോനെ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ തരിക, വേണേ നിനക്ക് തുറന്ന് അകത്ത് കയറാം, ഇല്ലേ പുറത്ത് നിൽക്കാം, നിന്റെ സ്വാതന്ത്ര്യം. ഈ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യില് ഞാന് എന്റെ ബില്യൺസ് കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ തന്നു, നിങ്ങൾക്ക് അതിന്റെ പാസ്വേഡും തന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ് എടുക്കാം, ഇല്ല അത് പോക്കറ്റിൽ നടക്കുകയും ചെയ്യാം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്നെ തന്നു പത്രോസേ, നിനക്ക് വേണമെങ്കിൽ അകത്ത് കയറാൻ, ഇല്ലേ പുറത്ത് തന്നെ നിൽക്കാം, നിന്റെ സ്വാതന്ത്ര്യം. ഇനി ഞാനല്ല പിടിച്ച് അകത്ത് കയറ്റുന്നത്. കാരണം എന്നാന്നറിയോ? ഞാൻ പുറത്തുനിന്ന് മുട്ടത്തേ ഉള്ളൂ, നീ തുറന്നാലേ ഞാൻ അകത്ത് കയറത്തുള്ളൂ. തുറക്കുന്ന നിന്റെ ജോലിയാണ്, നിനക്കാ ഫ്രീഡം. ഇവിടെ അവരുടെ ഈ വാക്യം ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുകയാണ്, ആത്മാവ് നിങ്ങളകത്ത് വസിച്ചിട്ട്, ആമേൻ, ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തുള്ളത് കൊണ്ട്. ഞാൻ കൂടെ ഒരു കാര്യം പറയാം, നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോട്ടെ. നിങ്ങൾ എപ്പോഴാണോ അകത്ത് ദേഷ്യം, വെറുപ്പ്, പെട്ടെന്ന് ഓർന്നു ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവർ എന്തായാലും എന്നെ അങ്ങനെ ഇതിങ്ങനെ വരുമ്പോഴേ നിങ്ങൾ ഓർത്തോണ്ട് ഡിസ്കണക്ട് ആയി. ദാസത്വത്തിന്റെ ആത്മാവിലാണ് നിങ്ങൾ നയിക്കുന്നത്. പക്ഷെ പുത്രത്വത്തിന്റെ ആത്മാവിൽ നിൽക്കുമ്പോണ്ടല്ലോ, ഓ ഹല്ലേലൂയ, ഇത് തല കയറത്തില്ല. അവര് പറയട്ടെ, അവര് നോക്കട്ടെ, എനിക്കിതൊന്നും ബാധിക്കത്തില്ല. കാരണം ഞാൻ പാപം ചെയ്യാതിരിക്കുന്നത് സ്വർഗത്തിൽ പോകണമെന്നുള്ള ഇച്ഛ കൊണ്ടുമല്ല, ആമേൻ, നരകത്തിൽ പോകുന്നുള്ള പേടി കൊണ്ടുമല്ല ഞാൻ പാപം ചെയ്യാത്തത്, എന്റെ അകത്ത് സ്വർഗം വസിക്കുന്നത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ സ്വർഗമുണ്ടെങ്കിൽ ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ മക്കളാണ്. ഹല്ലേലൂയ. സ്വർഗം നിങ്ങളിലൂടെ, സ്വർഗത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത്, പിതാവിന്റെ ആത്മാവ്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ കഴുക്കിലേക്ക് വീഴാൻ പറ്റത്തില്ല, പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്താൻ സാധ്യമല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതമായി തീരാൻ കാരണം, നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ അകത്ത് ഭയം വരാതിരിക്കുന്നതിന് കാരണം, നിങ്ങൾക്ക് ഹല്ലേലൂയ താഴാൻ സാധിക്കുന്നതിന് കാരണം, നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ റിബലിയസ് നേച്ചർ, ഹല്ലേലൂയ മത്സര ബുദ്ധി നിങ്ങളുടെ അകത്തുനിന്ന് മാറിപ്പോകാൻ കാരണം,
കാരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ആഴ്ചത്തെ തീം എന്ന് പറയുന്നത് ലൈഫ് ഈസ് നോട്ട് എ കോമ്പറ്റീഷൻ ബട്ട് അവർ ലൈഫ് ഈസ് എ റേസ്. അതാണ് ഈ ആഴ്ചത്തെ ടൈറ്റിൽ. പക്ഷെ നമ്മൾ നാളെ മുതലായിരിക്കും ആ ടൈറ്റിലേക്ക് കയറുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, അപ്പൊ എന്താണ് സമൃദ്ധി? നമ്മൾ സമൃദ്ധിയെ കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അപ്പൊ സമൃദ്ധി എവിടെയാ വരുന്നത് അറിയാം? സമൃദ്ധി എവിടെ ഉണ്ടാകുന്നു? വായിച്ചു. ആമേൻ. 3 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം വാക്യം. 3 John chapter 1 verse 2. மூப்பனாகி நான் சத்தியத்தின்படி நேசிக்கிற பிரியமான காயுவுக்கு எழுதுவதாவது, பிரியமானவனே, உன் ஆத்துமா வாழ்கிறது போல நீ எல்லாவற்றிலும் வாழ்ந்து സുഖമായിരിക്കുம்படி വേണ്ടുகிறேன். പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ മലയാളത്തിലും തമിഴിലുമൊക്കെ ഒരു അല്പം നന്നായിട്ട് എഴുതിയിരിക്കുന്നത്, പക്ഷെ കുറച്ചുകൂടെ നല്ലത് ഇംഗ്ലീഷിലുള്ള. ഞാനത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. 3 John verse 2. Beloved, I pray that you may prosper in all your things and be in health just as your soul prosper. അപ്പൊ അവിടെ എന്താ പറയുന്നത്? Your prosperity is not from your money, but your prosperity is from your soul. Hallelujah. എത്ര നാളായെന്നറിയോ ഒരു വണ്ടി ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല. എത്ര നാളായെന്നറിയോ വീടൊന്ന് നന്നാക്കണം എന്ന് ഓർത്തിട്ട് പറ്റുന്നില്ല. എത്ര നാളാണെന്നറിയോ നല്ലൊരു നടക്കുന്നില്ല. ഞാൻ പറയട്ടെ, പ്രോസ്പെരിറ്റി, നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ കാശ് കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കൂടി ഇടിഞ്ഞു പോയി അത് വേറൊരു നിലയിലേക്ക് നിൽക്കും. പക്ഷേ നിങ്ങളുടെ പ്രോസ്പെരിറ്റിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ചെല്ലുന്നിടം, ആമേൻ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനെ നിങ്ങൾ വിലയിരുത്തുന്നത് ചുറ്റുപാടുകളെ വെച്ചല്ലേ? നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ വണ്ടി, നിങ്ങളുടെ വീട്, ഇതിനെ വെച്ചാ നിങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷെ അങ്ങനല്ല. നിങ്ങളുടെ അകത്തെ നിങ്ങൾ ആരാണോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ചുറ്റുപാട്. If your soul is prosper, then everything will be prosper which is surrounding you. നിന്റെ ചുറ്റുപാടുള്ളതെല്ലാം സമൃദ്ധിയായി തീരും. If you are prosper. Amen. Hallelujah. If you are prosper, then everything will be prosperous. Everything will be best. Because hallelujah, നിന്റെ സമൃദ്ധി. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ, ഈ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ എന്താ? ഞാൻ പറഞ്ഞല്ലോ, പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് പണമല്ല. ഞാൻ ആദ്യം അത് പറഞ്ഞാ തുടങ്ങിയത്. അപ്പൊ ഇദ്ദേഹം പ്രോസ്പർ ആയിരുന്നു. ആര്? ഇദ്ദേഹത്തോട് പറയുകയാണ്, നീ പ്രോസ്പർ ആകണേടാ കുഞ്ഞ, ഒരു കാര്യം ചെയ്യണം. നീ എന്ത് ചെയ്യണം? നിന്റെ സോൾ പ്രോസ്പർ ആണ്. ആമേൻ. അതായത് നിങ്ങൾ ഓടിക്കുന്ന വണ്ടി നന്നാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സോൾ നന്നാകണം. നിങ്ങളുടെ വീട് നന്നാകണമെങ്കിൽ ആദ്യം നിങ്ങളുടെ സോൾ നന്നാകണം. എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഹാവ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ് ഹു ഈസ് പ്രോസ്പർ, ഹു ഈസ് റിയലി പ്രോസ്പർ. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ ഇന്നലെ വായിച്ച വാക്യത്തിലേക്ക് എത്താം, അല്ലെ? Genesis chapter 39 verse 2. Genesis chapter 39 verse 2. கர்த்தர் யோசேப்போடு இருந்தார். அவன் காரியசித்தி உள்ளவன் ஆனான். அவன் எகிப்தின் ஆகிய தன் യജമാന്റെ വീട്ടിലേ இருந்தான். യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമിനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. The Lord was with Joseph, and he was a successful and prosperous man, and he was in the house of his master the Egyptian. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: The Lord was with Joseph, and he was a prosperous man, and he was in the house of his master the Egyptian. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് യോസഫ് സമൃദ്ധിയുള്ളവനായിരുന്നു തന്റെ യജമാനന്റെ വീട്ടിൽ. യജമാനന്റെ വീട്ടിൽ എങ്ങനെയുള്ളവനായിരുന്നു? സമൃദ്ധി. എന്താണ് സമൃദ്ധി? വാക്യം 3-ാം വാക്യം. கர்த்தர் அவனோடு இருக்கிறார் என்றும் அவன் செய்கிற யாவையும் கர்த்தர் வாய்க்க பண்ணுகிறார் என்றும் அவனை യജമാൻ കണ്ട്. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും
അവൻ ചെയ്തതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അപ്പോ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, യഹോവ അവന്റെ കൂടെ ഉണ്ടെന്നും യഹോവ അവന്റെ കൂടെ അവൻ ചെയ്യുന്നതൊക്കെയും സാധ്യമാക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. അപ്പൊ എന്തായിരുന്നു അവന്റെ പ്രോസ്പെരിറ്റിയുടെ സീക്രട്ട്? നത്തിങ് ബട്ട് ഗോഡ്. ഹല്ലേലൂയ. മറ്റൊന്നുമല്ല, ദൈവം അവന്റെ കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം സാധ്യമാകുക. അവൻ ചെയ്യുന്നത് സകല കാര്യവും ബ്ലെസ്ഡ് ആകുക. അവൻ ചെയ്യുന്ന സകല കാര്യവും അനുഗ്രഹിക്കപ്പെടുക. ചെയ്യുന്ന എല്ലാ കാര്യവും, ചെയ്യുന്ന സകല കാര്യങ്ങളും അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന സകല കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇത് യജമാനൻ കണ്ടു. ഹല്ലേലൂയ. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, യോസഫ് പ്രോസ്പറായി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവൻ ചെയ്യുന്ന സകല കാര്യവും അനുഗ്രഹിക്കപ്പെട്ടതിനെയാണ് അവൻ പ്രോസ്പറായി എന്ന് പറയുന്നത്. അല്ലാതെ അവന്റെ കൈ കാശ് വന്നു കൂടിയതല്ല. അവൻ പ്രോസ്പറായി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന ഒരു കാര്യം തോക്കത്തില്ലെന്ന്. ഞാൻ പറയാം, നിങ്ങൾ പ്രോസ്പർ ആകുന്നതിന്റെ അടയാളം എന്താണെന്നറിയാം? നിങ്ങൾ ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങൾ ഒരു വീട്ടു ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ക്ലീനിങ് കമ്പനി ജോലി ചെയ്യുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു ഡ്രൈവർ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു വീട്ടമ്മയായിരിക്കും, ഒരുപക്ഷെ നിങ്ങളൊരു മെക്കാനിക് ആയിരിക്കും, ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളൊരു എന്തോ സംതിങ് കാര്യങ്ങളുടെ പുറകെ പോകുന്ന ആളായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ പ്രോസ്പർ ആകുന്ന എപ്പോഴാണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ഈ ഒരു അടയാളത്തിൽ, അതായത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിനകത്തൊക്കെ സാധ്യത വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുക, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ, ഇന്നുവരെ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശാപമായി, തകർച്ചയായി, ആമേൻ, നിരാശയായി, പ്രതികൂലമായി തീർന്നിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയും, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്ത് വസിക്കുന്നുണ്ട്, പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവിനാലുള്ള ആമേൻ ഹല്ലേലൂയ പ്രോസ്പെറിറ്റി നിങ്ങളുടെ ലൈഫിനെ തൊടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും, നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അപ്പോൾ ചിന്തിച്ചു നോക്കിക്കേ, prosperity is nothing with what he has. അതായത് ഒരുത്തനുള്ളത് എന്താണോ അത് വെച്ചല്ല അവന്റെ പ്രോസ്പെറിറ്റിയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഹൂ ഹി ഈസ്, അവൻ ആരാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ പ്രോസ്പെറിറ്റി. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഈ വാക്ക് നല്ലപോലെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രോസ്പെറിറ്റിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോണം. ഇന്ന് നിങ്ങൾ ആരാണ് എന്നത് നിങ്ങൾ കാര്യമാക്കരുത്. ആമേൻ. നിങ്ങളുടെ പ്രോസ്പെറിറ്റി എന്തിനെ ബേസ് ചെയ്തെന്നറിയാമോ? നിങ്ങളോട് ദൈവം പറഞ്ഞ ദൂതിനോട് കണക്ട് ആയിട്ടാണ് നിങ്ങളുടെ പ്രോസ്പെറിറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നീ ആരാണ്, അതല്ല നാളെ നീ എന്ന ബോധ്യം നിന്റെ അകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ യോസഫിനെ ചിന്തിച്ചു നോക്കിക്കേ, യോസഫിനെ അവിടെ നിന്ന് ചെയ്യാത്ത കുറ്റം ആരോപിച്ച് തടവറയ്ക്കകത്ത് കൊണ്ടിട്ടു. എങ്ങനെയാ പ്രോസ്പറായ മനുഷ്യൻ ഈ അവസ്ഥ വരുന്നത്? അപ്പോ ചിന്തിച്ചു നോക്കണം. Prosperity is not connected with your place. Prosperity is connected with your attitude. സമൃദ്ധി എന്ന് പറയുന്നത് നീ ആയിരിക്കുന്ന സ്ഥലത്തെ വണ്ടിയും കാറും വീടും പെർഫ്യൂമും ഷർട്ടും പാന്റും അതിന്റെ ബ്രാൻഡ് നെയിമും നോക്കിയിട്ടല്ല. ആമേൻ. ഹല്ലേലൂയ. അത് നോക്കിയിട്ടല്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ഈ മനോഭാവമാണ് പ്രോസ്പെറിറ്റിയെ നിശ്ചയിക്കുന്നത്. അപ്പൊ ഈ യോസഫ് അടിമത്തത്തിൽ കിടക്കുക, തടവറയിൽ കിടക്കുക. അവിടെ നിന്ന് അവനെ കർത്താവ് പൊക്കിയെടുത്തുകൊണ്ട് നേരെ ഫറവോന്റെ വീട്ടിൽ കൊണ്ട് നിർത്തി, കൊട്ടാരത്തിൽ കൊണ്ട് നിർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഫറവോൻ കണ്ട സ്വപ്നം എന്താണെന്നറിയോ? ഫറവോൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? ഇന്ന് ഈ ദൂത് നല്ലപോലെ നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ഫറവോൻ കണ്ട സ്വപ്നം എന്താ? ഫറവോൻ കണ്ട സ്വപ്നം ഇതാണ്. അതായത് നല്ല തടിച്ചു കൊടുത്ത പശുക്കൾ 7 നിൽക്കും. തൊട്ടടുത്ത് കാണുന്നത് മെലിഞ്ഞ് വിരൂപമായ പശുക്കൾ. അതെന്ത് ചെയ്യുന്നറിയാവും? ഈ വിരൂപമായ പശുക്കൾ കൊഴുത്ത് തടിച്ചിരുന്ന പശുവിനെ വിഴുങ്ങിക്കളഞ്ഞു.
എന്നിട്ട് യോസേഫ് പറഞ്ഞൊരു കാര്യമാണ്, യജമാനനെ, സമൃദ്ധിയുടെ ഒരു കാലം വരാൻ പോവാ. ആ 7 വർഷത്തെ സമൃദ്ധിയെ, ആമേൻ, 7 വർഷത്തെ സമൃദ്ധിയെ അതിനടുത്ത് വരുന്ന 7 വർഷം ഭക്ഷിച്ചു കളയാൻ പോവാ. ആമേൻ. അങ്ങനെ ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, യോസഫേ, നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ വിരൂപമായ പശുക്കൾ വിഴുങ്ങിക്കളയാനല്ല, തടിച്ച പശുക്കൾ വിരൂപമായതിനെ വിഴുങ്ങാനായിട്ട് അതിനെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. യോസഫേ, നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ ആമേൻ, ലോകം മുഴുവൻ ക്ഷാമം വരാൻ പോവാ. പക്ഷെ ലോകത്ത് മുഴുവൻ ക്ഷാമം വരാൻ പോകുമ്പോ യോസഫ് നീ ഇവിടെ ഉള്ളത് കൊണ്ട് ആ ക്ഷാമകാലത്ത് ക്ഷേമകാലത്തുള്ളതിനേക്കാൾ സമൃദ്ധി മിസ്രൈമിൽ ഉണ്ടാകൂടാ മോനെ. കാരണം നിന്നെ കൊണ്ടുവന്നത് ഹല്ലേലൂയ വിരൂപമായതിനെ കണ്ട് ഭയപ്പെടാനല്ല, വിരൂപമായതിനെ തിന്നുകളയുന്ന, വിരൂപമായതിനെ മൂടിക്കളയുന്ന സമൃദ്ധിയുള്ള ഒരു അഭിഷേകം നിന്റെ അകത്ത് കിടപ്പുണ്ട്. അതിനായിട്ടാണ് കർത്താവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. രാത്രി ഞാൻ പറയട്ടെ, ചിലർ കണ്ട ചില സ്വപ്നങ്ങളെ കർത്താവ് തിരുത്താൻ പോവാ. നിങ്ങളുടെ അഭിഷേകം കൊണ്ട്, നിങ്ങളുടെ അകത്തെ ദർശനം കൊണ്ട്, നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി കൊണ്ട്, നിങ്ങൾ കേട്ട ചില നെഗറ്റീവ് ദൂതുകൾ, നിങ്ങൾ കണ്ട ചില നെഗറ്റീവ് സ്വപ്നങ്ങൾ, ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇല്ലില്ലില്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആരൊക്കെയോ ആമേൻ നെഗറ്റീവ് ആയിട്ടുള്ള ചില സ്വപ്നങ്ങൾ കണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചില ഡ്രീമുകൾ കണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ചില വാക്കുകൾ കേട്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, നെഗറ്റീവ് മനോഭാവം കൊണ്ട്, അതെ എന്റെ ഭാവി പിശാച് തീർത്തു കളയും, ഞാൻ കണ്ട സ്വപ്നം അങ്ങനെയാ, ഞാൻ കേട്ട ദൂത് അങ്ങനെയാ. ഇന്ന് രാത്രി കർത്താവ് പറയുക, ഇല്ല യോസഫേ, ഇല്ല യോസഫേ, ഇഫ് യു ആർ ഹിയർ, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ സ്വപ്നം വ്യാഖ്യാനിക്കാനല്ല, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വെറുതെ സ്വപ്നം വ്യാഖ്യാനിക്കാനല്ല, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആമേൻ ചിലതിനെ തിരുത്തി എഴുതാനായിട്ടാ, ചില ചരിത്രത്തെ തിരുത്തി എഴുതാനായിട്ടാ, ചില രാജാക്കന്മാരുടെ നിയമങ്ങളെ പോലും, ചില രാജാക്കന്മാർക്ക് സ്വപ്നങ്ങളെ പോലും അധിപതികൾക്ക് തിരുത്താൻ കഴിയാത്ത നിന്നെ കൊണ്ട് ഞാൻ തിരുത്തു. ഹല്ലേലൂയ. അധികാരത്തിന് ചെയ്യാൻ കഴിയാത്ത നിന്നെ കൊണ്ട് ചെയ്യും. അവിടെ മന്ത്രവാദികൾ വിചാരിച്ചിട്ട് പോലും സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റിയില്ല, അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് നിന്നെ കൊണ്ട് ഞാൻ ജയിക്കും. യോസഫേ, നിന്റെ കഴിഞ്ഞ നാളുകളിൽ നീ വിചാരിച്ചേക്കാം, ഹല്ലേലൂയ, നീ കടന്നു വന്ന പ്രതികൂലത്തിൽ കൂടെയാ, നീ കടന്നു വന്ന പ്രതിസന്ധി കൂടെയാ അല്ല യോസഫേ, നീ ഒരു പ്രോസ്പറാ, നീ ഒരു സമൃദ്ധിയുള്ളവനാ. നീ സമൃദ്ധിയുള്ളവൻ നിന്നുകൊണ്ട് യാക്കോബിന്റെ വീട്ടിൽ യോസഫ് ഉണ്ടായിരുന്നപ്പോ ക്ഷാമം ഉണ്ടായില്ല കേട്ടോ. യോസഫ് യാക്കോബിന്റെ വീട്ടിൽ താമസിച്ചിടത്തോളം അവിടെ ക്ഷാമം ഉണ്ടായില്ല. പോത്തിഫറിന്റെ വീട്ടിൽ വന്നപ്പോ ആ വീട്ടിലുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. യോസഫ്, ഹല്ലേലൂയ, നമുക്ക് യോസഫിനെ കുറിച്ച് കാണുന്നതാ, അവൻ കാരാഗൃഹത്തിൽ വന്നപ്പോ അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. അവൻ യോസഫേ, നിന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചിട്ട് പോകാനല്ല, ഈ സ്വപ്നത്തെ തിരുത്താനാ. ഹല്ലേലൂയ. ജാതകം എഴുതി വെച്ചിട്ടുണ്ടോ? ചില റിപ്പോർട്ട് കയ്യിലിരിപ്പുണ്ടോ? ആരൊക്കെയോ ശപിച്ച വാക്കുകൾ നിങ്ങളുടെ തലമേൽ കിടപ്പുണ്ടോ? നിങ്ങൾ കണ്ട ചില സ്വപ്നങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? യോസഫേ, നീ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് കാലുകുത്തിയപ്പോ മുതൽ, നീ മിസ്രൈമിൽ കാലുകുത്തിയപ്പോ മുതൽ ഈ ദേശത്തോട് ഞാൻ ഇടപെടാൻ തുടങ്ങി. ഞാൻ പറയാം, നിങ്ങളൊരൊറ്റ വ്യക്തി നിമിത്തം നീ ചിലപ്പോൾ ഒരു ദേശത്തെ അടിമയായിരിക്കാം, ആ ദേശത്ത് പരദേശിയായിരിക്കാം, അന്യനായിരിക്കാം. ഞാൻ പറയാം, ആ ദേശക്കാര് പോലും അനുഭവിക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, യോസഫ്, ആ ദേശത്തിലുള്ളവൻ പോലും കിട്ടാത്ത പ്രിവിലേജ് യോസഫിന് കിട്ടിയത്. ആ ദേശത്ത് ജനിച്ചു വളർന്നവർക്ക് പോലും കിട്ടാത്ത പ്രിവിലേജ് അവർക്ക് യോസഫിന് കിട്ടിയത്. ആളുടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, നീ ചിലപ്പോൾ ഒരു അടിമയായിരിക്കാം, അന്യദേശത്ത് പാർക്കുന്ന ആളായിരിക്കാം, അന്യ വീട്ടിൽ താമസിക്കുന്ന ആളായിരിക്കാം, കൂലിപ്പണി ചെയ്യുന്ന ആളായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയാം, നിന്നെ കർത്താവ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഹല്ലേലൂയ, നീ അവിടുത്തെ നിയമ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ, അവിടുത്തെ ഹല്ലേലൂയ സ്വപ്നങ്ങൾ, അവിടെയുള്ള സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ, അവിടെ ഇതുവരെ ഇന്നത് നടക്കും, അത് ഇന്ന പോലെ ആകും എന്നൊക്കെ ലോകവും നാട്ടുകാർ
വീട്ടുകാരും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ യോസഫെ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയത് സ്വപ്നം വ്യാഖ്യാനിക്കാനായിട്ടല്ല, ആ സ്വപ്നത്തെ തിരുത്തി എഴുതാനായിട്ടാ. ആമേൻ. യോസഫേ, നീ പോത്തിഫറിന്റെ വീട്ടിലായിരുന്നപ്പോ നീ അടിമയാ. യോസഫേ, നീ കാരാഗ്രഹത്തിലായിരുന്നപ്പോ നീ തടവുപുള്ളിയാ. പക്ഷെ നിന്നോടൊരു കാര്യം എനിക്ക് ചെവി പറയാനുണ്ട് യോസഫേ, ഒരു കാര്യം പറയാനുണ്ട്. ദാവീദ് ഓടി 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 പോവാ ശൗലിനെ കണ്ടപ്പോ. ദാവീദേ, നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ദാവീദ്, നീ ഓടുന്നെങ്കിലും നീയാ രാജാവ്. അഭിഷേകം അനുസരിച്ച് നീയാ രാജാവ്. ശൗലിന് കിരീടമുണ്ട്, സിംഹാസനമുണ്ട്, ആമേൻ, അധികാരവടിയുണ്ട്. യെസ്, പക്ഷെ അഭിഷേകം അനുസരിച്ച് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നീയാ രാജാവ്. യോസഫേ, നീ പോത്തിഫറിന്റെ വീട്ടിൽ അടിമയാ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന നീ തടവുപുള്ളിയാ. പക്ഷെ സ്വർഗത്തിന്റെ റിപ്പോർട്ടില് നീ മിസ്രൈമിനെ വാഴുന്നവനാണ് മോനെ. തിരുത്തപ്പെടട്ടെ, ചില സ്വപ്നങ്ങൾ തിരുത്തപ്പെടട്ടെ, ചില നെഗറ്റീവായിട്ടുള്ള ഡ്രീംസ് മാറിപ്പോട്ടെ, നെഗറ്റീവായിട്ട് വന്ന ദൂതുകൾ മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. യെസ്, രോഗ സിംറ്റം, ശരീരത്തിൽ നിൽക്കുന്ന രോഗ സിംറ്റം, ഇന്ന സിംറ്റം വന്നാൽ ഇന്ന രോഗമാ എന്നൊക്കെ ലോകം വിധി എഴുതിയത്. കൊളസ്ട്രോൾ കൂടിയാൽ, ഷുഗറിന്റെ അളവ് കൂടിയാൽ, പ്രഷർ കൂടിയാൽ, ഇത് കൂടിയാൽ, അത് കൂടിയാൽ, ഇങ്ങനാകും. ഇതുവരെ നിയമം അങ്ങനെ ആയിരിക്കാം. പക്ഷെ നിന്നെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ചില സ്വപ്നത്തെ തിരുത്തി എഴുതാനായിട്ടാണ്. ഇല്ല യോസഫേ, നീ ഇവിടെ ഉള്ളിടത്തോളം ആ മെലിഞ്ഞ പശുക്കൾ ഈ സമൃദ്ധിയുള്ള പശുവിനെ വിഴുങ്ങത്തില്ല. അതെങ്ങനെ സംഭവിക്കും? നിനക്ക് ഞാനൊരു ജ്ഞാനം തരും, നിനക്ക് ഞാനൊരു വിസ്ഡം തരും. ആ വിസ്ഡത്താൽ ആ കൊഴുത്ത പശുക്കൾ വീണ്ടും കൊഴുത്ത് പറയട്ടെ, അവൻ ക്ഷാമകാലത്ത് ആ വരുന്ന 7 വർഷക്കാലത്തെ സമൃദ്ധി 14 വർഷത്തേക്ക് നിലനിൽക്കുന്ന പോലെ ചരിത്രം മാറ്റാൻ പോവാ. Because your calling is different. Joseph, your prosperity is not connected with the money which you have, but your calling, your prosperity is connected with your heart, with your spirit, with your anointing, with your calling. വിളിച്ചു പറ, എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ രോഗിയല്ല. തലവേദന ഉള്ളതുകൊണ്ട് ഞാൻ രോഗി. ആര് പറഞ്ഞു? ക്രെഡിറ്റ് കാർഡിൽ ഇച്ചിരി കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ കടക്കാരനല്ല. യോസഫേ, നീ പോത്തിഫറിന്റെ വീട്ടിൽ അടിമയാണെന്ന് നിന്നെ ആരാ അടിമയെന്ന് വിളിക്കുന്നത്? നാട്ടുകാർ പറയും നിന്നെ അടിമയെന്ന്, പക്ഷെ സ്വർഗത്തിന്റെ ലിസ്റ്റ് നീ മിസ്രൈമിന്റെ അധിപതിയാ. ദാവീദേ, നീ ശൗലിനെ കടന്ന് ഓടുക. നീ മിസ്രൈമിൽ ഫെലിസ്ത്യന്റെ അടുക്ക് വെച്ച് ഭ്രാന്തനായിട്ടൊക്കെ അഭിനയിച്ചു. നാട്ടുകാർ പറഞ്ഞു നിനക്ക് ഭ്രാന്തനാന്ന്. പക്ഷേ ദാവീദേ, സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ നീ രാജാവാടാ മോനെ. ചുമ വന്നോണ്ട് രോഗിയായി, പനി വന്നോണ്ട് രോഗിയായി. അത് ചുമ്മാതാ, നീ രോഗിയല്ല. സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നീ അവന് പ്രിയപുത്രനാ. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവ്, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അടിമത്വത്തിന്റെ ആത്മാവ്, ദാസ്യത്വത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ വിട്ടുമാറട്ടെ. അടിമത്വത്തിന് കെട്ടുപൊട്ടട്ടെ. അടിമത്വം ഭയം മാറിയിട്ട് ആത്മാവിൽ നടത്തപ്പെടുന്ന നിലയിൽ അതെ സാഹചര്യങ്ങളെ അതിജീവിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറുവാൻ പരിശുദ്ധാത്മാവെ ഈ നാളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേപ്പാ, ഞങ്ങളുടെ മേൽ കിടക്കുന്ന വിളി അത് വെളിപ്പെടട്ടെ. അത് ചരിത്രം തിരുത്തുന്നതായി, ചരിത്രം സൃഷ്ടിക്കുന്നതായി മാറട്ടെ കർത്താവെ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവ്. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി സ്തോത്രം കർത്താവെ. ആമേൻ. സ്വപ്നം കണ്ട് പേടിച്ചിരിക്കുന്നവരായിട്ടല്ല, സ്വപ്നത്തെ തിരുത്തുന്നവരായി, അവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ, ദൂതുകൾ
അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമന്റുകൾ തിരുത്തിയിടുന്ന, അവരെ കുറിച്ച് ഇന്ന് വന്ന വാട്സപ്പ് മെസ്സേജ്, അത് മെയിൽ ആകട്ടെ, അത് മെഡിക്കൽ റിപ്പോർട്ടുകളാകട്ടെ, എന്തുമാകട്ടെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളാകട്ടെ, എന്തിനേയും ഹല്ലേലൂയ ആമേൻ തിരുത്തുന്നവരായിട്ട് അവർ മാറട്ടെ. സ്വപ്നത്തെ തിരുത്തി യോസഫിനെ ആ ദേശത്തിന് അനുഗ്രഹമായി മാറ്റിയ പോലെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.